ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കറിയൊന്നും ഇല്ലെങ്കിലും നന്നായിട്ട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് മിക്സീൻ്റെ ജാർ എടുക്കുക. അതിലോട്ടേക്ക് നമുക്ക് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് തേങ്ങ എടുത്തു. പിന്നെ നമുക്ക് ആവശ്യം നല്ല ചുവന്നുള്ളിയില്ലേ, കൊച്ചുള്ളി, അതാവശ്യമുണ്ട്. ഒരു 2-3 എടുത്താൽ മതി. പിന്നെ കുറച്ച് പുളി വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരു പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോ കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് എടുക്കുക. ഇത്രയും മതി അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചിട്ട് വരാവേ. പിന്നെ ഇത് മിക്കവർക്കും അറിയാൻ പറ്റുമായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അരഞ്ഞിട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് സൈഡിലൊക്കെ ആയതൊക്കെ ഉള്ളിലോട്ട് തന്നെ ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. എല്ലാം നന്നായിട്ട് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് ചതയണം. അങ്ങനെ നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാനൊരു കുഞ്ഞു പാത്രമാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് ചമ്മന്തി നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഒരാൾക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ശരി, എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ.